ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വക്കീലാണെങ്കിൽ 5 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു. അത് നമ്മുടെ സച്ചി എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ, അതിൽ 2 ലക്ഷം ചന്ദ്രയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ ബാമയുടെ വീട്ടിലെ ഷെൽഫിലായിരിക്കും ആ പൈസ വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ആ കേസൊക്കെ പിൻവലിച്ച് രേവതി ചന്ദ്രയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്നു. ആ സമയത്ത് ചന്ദ്ര പറയുന്നു, നീ ആ പൂവൊക്കെ അവിടെ വെച്ച് ടെറസിലെ തുണിയെല്ലാം എടുത്തിട്ട് റൂമിൽ വന്ന് കൊണ്ടുവന്ന് ഇട്ടേക്കെന്ന്. അപ്പൊ നമ്മുടെ രേവതി ആണെങ്കിൽ അതുപോലെ ചെയ്ത് ചന്ദ്രയെയും കൂട്ടി വീട്ടിലോട്ട് പോകുന്നു. ആ സമയത്ത് ബാമയാണെങ്കിൽ ക്യാഷ് തിരയുന്നുണ്ട്. അപ്പൊ അവിടെ കാണുന്നില്ല. അപ്പൊ തന്നെ ചന്ദ്രയെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ക്യാഷ് കാണാത്തത്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ആകെ രേവതിയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഫോണിലൂടെ പറയുന്നുണ്ട്, ആരാ കട്ടെടുത്ത് രേവതി എന്നോന്ന് ചോദിക്കുന്നതും സച്ചി അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങാട്ടോ ഫോണ്. ബാമാൻറ്റി അവിടെ എന്താ നടന്നേന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഷെൽഫിലുണ്ടായിരുന്ന പണം കാണുന്നില്ല എന്ന് പറയുമ്പോൾ, ഷെൽഫിലുള്ള പണം കാണാഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം, അല്ലാതെ ഇവളുടെ തലയിലല്ല വെച്ച് കെട്ടണ്ടെന്ന് പറയുന്നു. ആ സമയമൊക്കെ നമ്മുടെ രേവതി ആകെ ടെൻഷൻ അടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ബാമയുടെ വീട്ടിലേക്ക് പോകുന്നു. ആ സമയത്ത് ബാമ പറയുന്നുണ്ട്, ആ പൈസ എന്റേതല്ല ചന്ദ്രയുടേത് തന്നെയാണെന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് എവിടുന്ന് ഇത്രയും ക്യാഷ് എന്ന് ചോദിക്കുന്നു. അത് വക്കീല് കൊടുത്തതാണ് കേസ് ഒത്തു തീർക്കാൻ വേണ്ടിയിട്ട് എന്ന് അവിടുന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം അത്രയും കഷ്ടപ്പെട്ട് ഇവര് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ടല്ലോ. ആ ഒരു ദേഷ്യത്തില് വീട്ടിൽ വന്ന് രവിയോട് പറയുന്നു സച്ചി, അച്ഛാ ശരത്തിന്റെ പരാതി പിൻവലിക്കാൻ വേണ്ടിയിട്ട് അമ്മ 2 ലക്ഷം രൂപയാണ് വക്കീലിന്റെ കയ്യിൽ നിന്ന് മേടിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ രവിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട്. ഈ കാരണം ഇവർക്ക് 5 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്, അത് ഇനി സച്ചിക്കും രേവതിക്കും നീ തന്നെ കൊടുക്കണം എന്ന് രവി ദേഷ്യത്തോടെ നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് അങ്ങ് പറയുന്നതും ചന്ദ്ര എവിടെ നിന്ന് ഞാൻ കൊടുക്കുന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി പ്രമോ ആണേ.